ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷാജിനെ കുറിച്ചാണ്. ഷാജിനെതിരെയായിട്ട് നമ്മുടെ ജസ്ന ഇപ്പോൾ കേസ് കൊടുക്കാനായിട്ട് പോയിരിക്കുന്നതാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഷാജി ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അറിയാതിരിക്കാൻ വഴിയില്ല, സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ കാണാനുള്ളത് ഷാജിയുടെ വിശേഷങ്ങൾ മാത്രമാണ്. എങ്കിൽ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. ഷാജി എന്ന് പറയുന്നത് ഒരു സിംഗിൾ മാത്രമാണ്. അവർക്ക് 5 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഈ 5 കുട്ടികളെ വളർത്താനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ലവരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് അവരെ നല്ലപോലെ സഹായിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാനായിട്ട് തുടങ്ങി. അങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി കുറച്ച് പൈസയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ഇത്താത്തൊക്കെ കുറച്ച് അഹങ്കാരമൊക്കെ കൂടി. അങ്ങനെ അഹങ്കാരം കൂടി ഇത്രയും നാളും സഹായിച്ചവരെ പോലും, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനെയും ഇവരെ ബുദ്ധിമുട്ട് കണ്ട് സഹായിച്ച ആളുകളെ ഒക്കെ ഇവരങ്ങോട്ട് പുച്ഛിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്ത വന്ന് പറയുന്നത്, എൻ്റെ കല്യാണം കഴിഞ്ഞു, ഇനി എന്നെ ആരും വിധവ എന്ന് വിളിക്കരുതെന്ന്. അതും കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഷാജി വയനാട്ടിലേക്ക് ഷാർഫുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളായിട്ട് സ്റ്റേക്കേഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലിട്ട സമയത്ത് ഷാജിനേക്കാളും യങ്ങായിട്ടുള്ള ഒരാളായിരുന്നു ഷാർഫുദ്ദീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ വിചാരിച്ചു ഈ ഷാർഫുദ്ദീനാണ് ഷാജിൻ്റെ ഹസ്ബൻഡ് എന്ന്. അപ്പം ഈ യങ്ങായിട്ടുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചത് എന്ന് വിചാരിച്ചിട്ട് ആളുകളെല്ലാം കൂടി ഷാജിക്കെതിരെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഷാജി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ട് പറയാണ്, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്. അങ്ങനെ ഇവർ ഇടയ്ക്ക് വന്ന് പറയും എൻ്റെ വിവാഹം കഴിഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ പറയും എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇങ്ങനെ മാറി കള്ളത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഷാജിയുടെ കള്ളത്തരം മൊത്തം പൊളിച്ചടുക്കിക്കൊണ്ട് സൂഫി സഫർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാനൽ വളരെ ക്ലിയർ ആയിട്ട് എവിഡൻസോട് കൂടി തന്നെ ഷാജിക്ക് മഹർ കൊടുത്തിരിക്കുന്നത് റൌഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് അവർ ആ ഒരു വീഡിയോയിൽ പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു വീഡിയോ വന്നതുകൂടി ഷാജി ടോട്ടലി അങ്ങ് പെട്ടുപോയി. പിന്നീട് അവർ ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയുടെ കുറച്ച് പോർഷൻ കണ്ടിട്ട് തിരിച്ചു തരാം. പിന്നെ ഇയാളിന്റെ സംസാരം, ഇയാൾ ഡെയിലി വിളിക്കുക, രാത്രി വിളിക്കുക, അങ്ങനെ. പിന്നെ എന്റെ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു. ഇയാളുടെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്, ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി. കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ, പിന്നെ ഇയാൾ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, യൂട്യൂബർ ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവരുടെ വീഡിയോസ്, അപ്പൊ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ പറ്റിച്ചു. ഇതുപോലെ വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോ എന്റെ വണ്ടിയിലാണ് അവള് വീഡിയോ എടുക്കാനൊക്കെ വരല്. അവളുടെ ഹസ്ബൻഡ് വരലുണ്ട്. അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു, ജസ്ന ഇതേപോലെ എന്നെ പറ്റിച്ചു, അങ്ങനെ അവളായിട്ട് വഴക്കായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ലക്ഷം രൂപ ആ പെണ്ണിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക. പിന്നെ ഇയാള് ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇയാള് ശരിയാവില്ല, ഇത് നല്ലതല്ല, കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറെ പെണ്ണുങ്ങളെ അയാൾ ഇതാക്കിക്കൊണ്ട്. ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങൾ എന്റെ അടുത്തു. ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ്. ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ്. അവള് ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രശ്നം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്നാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടെ നിൽക്കുന്ന ആൾക്കാരിലേക്ക് ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ്, അവളൊരു യൂട്യൂബറാണ്. അപ്പൊ അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. നാട്ടിൽ വന്ന അവളുടെ കാറ് കൊണ്ട് അലയിലുണ്ട്. ഞാൻ മറ്റേ വീഡിയോ എടുക്കണ ജിംബല അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ, വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം. നമുക്ക് യൂട്യൂബ് കൈകാര്യം ചെയ്യേണ്ടി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ, നമുക്ക് ആകെയുള്ള ഒരു സെൽഫി സ്റ്റിക്കും വേറുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട്. എന്റെ വീട്ടിൽ ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ഏകദേശം അവളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. അപ്പൊ അവളെ വിട്ടപ്പോ എന്നെ പിടിച്ചതാണ്.
എന്തായാലും റൌഫ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യാതെ സോഷ്യൽ മീഡിയയിലേക്ക് അവർ വലിച്ചഴിച്ച് അവരെ കരിവാരി തേക്കുന്ന ഒരു പരിപാടിയാണ് ഷാജിദ ഷാജി ഇവിടെ ചെയ്തിരിക്കുന്നത്. ചില ആണുങ്ങൾക്ക് കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്. അപ്പോൾ അത്തരം രീതിയിലായിരിക്കണം റൌഫ് പറഞ്ഞിട്ടുണ്ടാവുക. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആ ഒരു ജസ്ന എന്ന് പറഞ്ഞ സ്ത്രീയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരം രീതിയിൽ സംസാരിച്ചത് വളരെ മണ്ടത്തരമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. റൌഫ് ജസ്നയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവർ സംസാരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ജസ്ന എന്ന പേര് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫോട്ടോയും വെച്ചിട്ടാണ് ഇവർ യാതൊരു ജെന്യൂനിറ്റി ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ കൃഷ്ണനെ വരക്കുന്ന ജസ്നയാണ് ഈ ഒരു ജസ്ന എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരുടെ ചാനലിന്റെ വീഡിയോക്ക് താഴെയായിട്ട് തെറി വിളിക്കാനായിട്ട് തുടങ്ങി. അതോടുകൂടി ജസ്നയ്ക്ക് താനല്ല ആ ജസ്ന എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരേണ്ടതായിട്ട് വന്നു. അതിന് കൂടെ തന്നെ ഈ ഷാജിദ ഷാജിദെ 2 തെറിയും വിളിച്ചു. ഇത് കേട്ട് തലയിളകിയ ഷാജിദ വീണ്ടും ഒരു വീഡിയോ ഇട്ടു. താൻ ഉദ്ദേശിച്ച ജസ്ന ഈ ജസ്ന അല്ലെന്നും ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ജസ്ന എന്ന് പറഞ്ഞുകൊണ്ട് ജസ്നയുടെ ഫോട്ടോയും അതിൻ്റെ കൂടെ തന്നെ റൌഫിന്റെ ഫോട്ടോയും കൂടെ ചേർത്ത് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നുള്ള സംഭവം നിങ്ങൾ വിചാരിക്കുന്ന ആ ജസ്നയല്ല, കുറെ മറ്റേ കൃഷ്ണനെ വരയ്ക്കുന്ന ജസ്നയൊക്കെ വന്നിട്ട് മുന്നിൽ നിന്നിട്ട് ഒരുപാട് പറയുന്നത് നീ മാത്രമുള്ളോ ജസ്ന, നിന്റെ പേര് മാത്രമുള്ളോ ജസ്ന. അതുപോലെ തന്നെ ഇട്ടാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞു ഞാനല്ല, ഞാൻ ഒന്ന് നീ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം ഏത് ജസ്നയും. അപ്പോൾ ആ ജസ്നയുടെ ഫോട്ടോ റോസിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ആരാണ് ജസ്ന ആരാണ് റോസില്ല ഉള്ള ഒരു വീഡിയോ ഉണ്ട്, കണ്ടു നോക്കി അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചു കൂട്ടുന്ന ജസ്നയല്ല. നീ പേടിക്കണ്ട, നീ അടുത്ത വിവാദത്തിലേക്കൊന്നും വരണ്ട. അല്ലാണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട് മോളെ. അമ്മച്ചി നീയാണ് അമ്മച്ചി, കാണുന്നവർക്കെന്നെ മനസ്സിലാവും ഏത് അമ്മച്ചിയാണെന്ന്. ഓക്കെ, പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും വന്ന് തള്ളിക്കോ. അപ്പൊ ഞാൻ പറഞ്ഞ ജസ്ന ഇതാണ് കേട്ടോ, യൂട്യൂബർ ജസ്ന. പിന്നെ ഇവളുടെ കാമുകൻ റൌഫ് ഇതാണ് കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ടത് കാരണം ഷാജിദ ഷാജി പുലിവാലി പിടിച്ചിരിക്കുകയാണ്. ഷാജിദ ഷാജിക്കെതിരെ ഈ ഒരു ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്തിരിക്കുകയാണ്. മേ ബി ഡിഫേമേഷൻ ആയിരിക്കണം കേസ് ചാർജ് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും ഈ കേസിന്റെ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അതുവരേക്കും ബൈ ബൈ.